യോഹന്നാൻ 5:4. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. അടുത്ത വാക്യം കൂടെ, എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. മതി. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സന്ദർഭമാണ്, ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. യോഹന്നാൻ 5 ബെഥെസ്ദ എന്ന് പറയുന്ന 5 മണ്ഡപങ്ങളുള്ള ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ അപേക്ഷത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുളത്തെ പറ്റിയാണ് ആ അധ്യായം പ്രതിപാദിക്കുന്നത്. 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞാൽ ബെഥെസ്ദ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ ഒരു കുളത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 2ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഒന്ന് വായിക്കാമോ? യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. അതിനകത്ത് പറയുമ്പോൾ ആ 5 മണ്ഡപങ്ങളുള്ള ആ ബെഥെസ്ദ എന്ന പേരുള്ള ആ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ എത്ര വലിയ ദീനക്കാരാണെങ്കിലും, 3ാമത്തെ വാക്യത്തിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ദീനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ രോഗങ്ങളെപ്പറ്റി നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആ രോഗങ്ങൾ എത്ര വ്യാധികൾ നിറഞ്ഞ അല്ലെങ്കിൽ എത്ര കാഠിന്യമേറിയ രോഗങ്ങളുള്ള വ്യക്തികളാണെങ്കിലും ആ കുളത്തിനകത്ത് ഒരു സൗഖ്യം വെളിപ്പെടാറുണ്ട്. ഇന്ന് പകൽക്കാലം ബെഥെസ്ദ കർത്താവിൻ്റെ സഭയുമായുള്ള കണക്റ്റഡായി നാം പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് പകലിലും ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുന്ന ദൈവമഹത്വത്തിനകത്ത് ഒരു വിടുതലുണ്ട്, ഒരു അത്ഭുതമുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ബെഥെസ്ദയ്ക്കകത്ത് 5 മണ്ഡപങ്ങളുണ്ട്. ആ 5 മണ്ഡപങ്ങൾക്ക് ചുറ്റും വിവിധ രോഗത്താൽ പിടിക്കപ്പെട്ട, വിവിധ രോഗങ്ങളാൽ വ്യാധികളാൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കൂട്ടം ജനം അതിനകത്ത് വന്ന് കിടക്കുകയാണ്. അത് ഈ കുളത്തിൻ്റെ പ്രത്യേകത. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അതത് സമയമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതത് സമയമാകുമ്പോൾ ഒരു നിശ്ചിതമായ ഒരു ടൈം പീരീഡുണ്ട്. ആ ടൈം പീരീഡിനകത്ത് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്തൊരു ദൈവിക ദൂതൻ അല്ലെങ്കിൽ ഒരു ദൂതൻ അതിനകത്ത് ഇറങ്ങും. ആ കുളം കലക്കും. ആ കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവർക്ക് സൗഖ്യമുണ്ട്. അർത്ഥം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവമഹത്വത്തിനകത്ത് എപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമോ അതിനകത്ത് വിശ്വസിച്ച് ആ വിടുതൽ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ഭക്തന് ഒരു വിടുതലുണ്ട് നിശ്ചയം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 4ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത്, അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങും, വെള്ളം കലക്കും. വെള്ളം കലക്കിയ ശേഷം ആദ്യം ഇറങ്ങുന്ന ഏത് വ്യാധി പിടിച്ചവനാണേലും അവന് സൗഖ്യം വരും. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാനിങ്ങനെ പറയാം, അക്ഷരീരികമായ ദൈവിക ദൂതനാകണമെന്നില്ല. അതിനകത്ത് വളരെ ക്ലാരിറ്റിയോടെ നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ അവിടെയുള്ള ഏതോ മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ദൈവിക ദൂതനെന്ന് തന്നെ ഇരിക്കട്ടെ. എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുന്നൊരു സമയം, അല്ലെങ്കിൽ ആ വ്യക്തി ഇറങ്ങുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു സമയമുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് അതത് സമയത്ത് ദൂതൻ ഇറങ്ങും. ആ ദൂതൻ ഇറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്നവർക്ക് സൗഖ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിടുതൽ ആവശ്യമായി ആവശ്യബോധത്തോടെ ആരിയ്ക്കുന്നോ, ആര് ആദ്യം ഇറങ്ങുന്നോ അവരുടെ മേലാണ് ദൈവിക സൗഖ്യം. ഇന്ന് പകൽ
പകൽക്കാലം എല്ലാവർക്കും സൗഖ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ എനിക്കൊന്നറിയാം, ആവശ്യബോധത്തോടെ ദൈവമേ എന്നെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന അവൻ്റെ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ സൗഖ്യം വെളിപ്പെടും. ആമേൻ, ആമേൻ. അവൻ്റെ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കും. എങ്കിൽ ഇങ്ങനെ പറയാം, ആരുടെ മേലും ദൈവപ്രവർത്തി വെളിപ്പെട്ടിട്ടില്ലേലും ആഗ്രഹത്തോടെ, ആവലോടെ, കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ ഇരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഈ പകൽക്കാലം വിശ്വസിക്കണ, നമ്മുടെ ജീവിതത്തിനകത്ത് നാമും ദൈവവുമായുള്ളൊരു ബന്ധം. ആമേൻ. ആ ബന്ധത്തിനകത്ത് എപ്പോഴൊക്കെ നാം ആഗ്രഹത്തോടെ, ആവലോടെ ദൈവിക മുൻപാകെ കടന്നു വരുമോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ സൗഖ്യം വെളിപ്പെടും. ആമേൻ. ഇന്ന് പകൽക്കാലം ആ സൗഖ്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ നാം ഇവിടെ ഇരിക്കുമ്പോഴും പ്രിയരെ, ദൈവത്തിൻ്റെ സൗഖ്യം നാം അനുഭവിച്ചവരാണ്, ദൈവത്തിൻ്റെ മഹത്വം കണ്ടവരാണ്. പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ മഹിമ കണ്ട സാക്ഷികളാണ്. ഹല്ലേലൂയ. എത്രയോ പ്രതിസന്ധി വന്നു, എത്രയോ മരണകരമായ രോഗം വന്നു, എത്രയോ വെല്ലുവിളികൾ വന്നു, എത്രയോ നശിച്ചു പോകേണ്ട സാഹചര്യം വന്നു, എത്രയോ ദേശം മുഴുവനും നിന്നെ നോക്കി പറഞ്ഞു, നിന്റെ കുടുംബം തീർന്നു, നിന്റെ തലമുറ തീർന്നു, നിന്റെ ഭാവി അവസാനിച്ചു, നിനക്കിനി ഒരു നല്ല കാലമില്ല, നിനക്കൊരു നല്ലൊരു ശുശ്രൂഷയില്ല, നിന്റെ ജീവിതം മുഴുവനും അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ദൈവം അതാത് സമയത്ത് ദൈവത്തിന്റെ ദൂതനെ അയച്ചു നിന്നെ വിടുവിച്ചു. എങ്കിൽ ഈ പകൽക്കാല കണ്ണുനീരോടെ ഇരിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളുടെ നടുവിൽ കുഞ്ഞ്, ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിന്റെ പ്രവർത്തിക്കൊരു സമയമുണ്ട്, ദൈവം കണ്ടുവച്ചിരിക്കുന്നൊരു സമയമുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നൊരു സമയമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു വായ്കളെ തുറന്ന് ദൈവത്തിന് നല്ല ആരാധന കൊടുക്കണം. ഈ പകൽക്കാലം ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ സമയം ചില കൂടാരങ്ങൾക്കകത്ത്. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ വേദനയോടെ കരയുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ സന്ദേശം ഇവിടെ ഇരുന്നോ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് കേട്ടാലും, ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഒരു നല്ല കാലത്തിന് വേണ്ടി, ഒരു നല്ല ജീവിതത്തിന് വേണ്ടി ഇന്ന് നീ അനുഭവിക്കുന്ന വേദനകളൊന്നും മാറിക്കിട്ടാൻ കണ്ണുനീരോടെ നീ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം. അതാത് സമയത്ത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടും. അതാത് സമയത്ത് നിന്റെ കൂടാരത്തെ തേടി ദൈവമഹത്വം വെളിപ്പെടും. അതാത് സമയത്ത് നിന്റെ കൂടാരത്തെ നേടി ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടും. അതാത് സമയത്ത് നിന്നെ തേടി നന്മകൾ വെളിപ്പെടും. നീ ഭാരപ്പെടേണ്ട കേട്ടോ, നീ ആകുലപ്പെടേണ്ട കേട്ടോ. ആരും നിന്നെ ലിഫ്റ്റ് ചെയ്തില്ലേലും, ആരും നിന്നെ ചേർത്ത് പിടിച്ചില്ലേലും, ദൂതൻ ഇറങ്ങുന്നൊരു സമയമുണ്ട്, ദൂതൻ പ്രവർത്തിക്കുന്നൊരു സമയമുണ്ട്. നീ അറിയാത്ത മേഖലകൾക്കകത്ത് നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്നൊരു സമയമുണ്ട്. പത്രോസേ, നീ ഉറങ്ങിക്കിടന്നാൽ നീ അറിയാതെ ഇറങ്ങി വന്ന് നിന്നെ തട്ടി ഉണർത്തുന്നൊരു ദൈവിക ദൂതനുണ്ട്, ദൈവിക ദൂതനുണ്ട്. മതി യഹോവേ മതി, എൻ്റെ പ്രാണനെ എടുക്കണമേ എന്ന് കരയുന്ന ഏലിയാവിൻ്റെ അടുക്ക് ഇറങ്ങി വന്നൊരു ദൂതനുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, ദൈവത്തിൻ്റെ നീതിയുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസ്തയോടെ പറയണം, എനിക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്നൊരു സമയമുണ്ട്, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നൊരു സമയമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ നിന്ദകളെ ഉരുട്ടി മാറ്റുന്നൊരു സമയമുണ്ട്, എൻ്റെ വേദനകളെ ഉരുട്ടി മാറ്റുന്നൊരു സമയമുണ്ട്. ഇന്ന് പകൽ നന്മകളൊന്നും കണ്ടില്ലേലോ, ഇന്ന് പകൽക്കാലം പ്രതീക്ഷിക്കാൻ ഒരു വകയുമില്ലേലും, വിശ്വാസത്തോടെ പറയണം, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിക്കും, എൻ്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. പ്രിയരെ, വചനം പറയുന്നു, വിവിധ രോഗികൾ 5 മണ്ഡപങ്ങൾക്കകത്ത് വന്ന് കിടക്കുമ്പോൾ അതാത് സമയത്ത് ദൂതനിറങ്ങി കുളം കലക്കും. ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, നമുക്ക് വേണ്ടി കർത്താവ് ഒരു സമയം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മെ പണിയാൻ, നമ്മുടെ ഭാവിക്ക്, നമ്മുടെ വിദ്യാഭ്യാസത്തിന്, നമ്മുടെ ഉയർച്ചയ്ക്ക്, നമ്മുടെ മാന്യതയ്ക്ക് ദൈവം ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്. ആ കരമുയർത്തി പറ, ദൈവം ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്, ദൈവം ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്. ദൂതൻ ഇറങ്ങുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാറുള്ളൂ. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് പ്രിയരെ, എപ്പോഴും ദൈവപ്രവൃത്തി വെളിപ്പെടില്ല. സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ സംസാരിക്കുകയാണ്. എപ്പോഴും ദൈവപ്രവൃത്തി വെളിപ്പെടില്ല. ഞാനിങ്ങനെ പറയാം, എപ്പോഴും അഭിഷേകം വീഴില്ല, എപ്പോഴും അഭിഷേകം വീഴില്ല. എപ്പോഴും ദൈവാത്മാവ് ഇങ്ങനെ വചനത്തിൽ പറയുന്നു, സദാകാലം മനുഷ്യരോട് ദൈവത്തിൻ്റെ ആത്മാവ്
വാദിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന സമയമുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യണം? നാം അവൈലബിൾ ആകണം. ഇങ്ങനെ പറഞ്ഞാട്ടെ, അവൈലബിൾ ആകണം. അമ്മ എന്താകണം? അവൈലബിൾ ആകണം. ദൈവസന്നിധിയിൽ നാം ഉണ്ടായിരിക്കണം. അമ്മ ഹല്ലേലൂയ. യോസേഫിനെ ദൈവം ഉയർത്തുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് യോസേഫ് ദൈവസന്നിധിയിൽ ഉണ്ടാകണം. അമ്മ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ ശമൂവേലിനെ അയക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ദാവീദ് ദൈവസന്നിധിയിൽ ഉണ്ടാകണം. ദൈവസന്നിധിയിൽ ഉണ്ടാകുക എന്നത് ഉദ്ദേശിച്ചത് ആമേ ദൈവിക പദ്ധതിക്കകത്തുണ്ടാകണം. എത്രയോ കുടുംബങ്ങളെ അറിയാമെന്നറിയാമോ? എത്രയോ തലമുറകളെ അറിയാം, എത്രയോ വ്യക്തി ജീവിതങ്ങളെ അറിയാം. ദൈവം അവരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയാം, നമ്മേക്കാൾ ശക്തന്മാരായി, നമ്മേക്കാൾ കഴിവുള്ളവരായി, നമ്മേക്കാൾ ദൈവത്തെ ആരാധിക്കുന്നവരായി, ദൈവത്തെ പാടുന്നവരായി, പ്രസംഗിക്കുന്നവരായി അനേകരെ ദൈവം കണ്ടതാണ്. പക്ഷെ ദൈവം ഇറങ്ങി വന്ന സമയത്തൊന്നും അവർ അവൈലബിൾ അല്ലായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ദൈവം നിന്നെ വിടുവിക്കാൻ ഇറങ്ങി വരുമ്പോൾ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ ദൂതനെ അയക്കുമ്പോൾ, ദൈവം നിന്റെ സഭയെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ ദൂതനെ അയക്കുമ്പോൾ നീ അവൈലബിൾ ആകണം. നീ അവൈലബിൾ ആകണം. ഇന്ന് പകൽക്കാലം എന്നും ദൈവം നിന്റെ പുറകെ നടന്ന് നിന്നെ വിടുവിക്കത്തില്ല കേട്ടോ. എന്നും നിന്റെ പുറകെ നടന്ന് ദൂതന്മാരെ അയച്ച് നിനക്ക് വേണ്ടി ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ പറയാ, ആവശ്യബോധത്തോടെ ഇരിക്കുന്ന, ആഗ്രഹത്തോടെ ഇരിക്കുന്ന, ദൈവമേ എനിക്ക് വേണ്ടി നീ പ്രവർത്തിച്ചിട്ടല്ലാതെ, യാക്കോബ് ഒരിക്കൽ പറഞ്ഞതുപോലെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ചിലരുണ്ട്. അവരുടെ ജീവിതത്തിനകത്ത് ദൈവിക ദൂതന്മാരുടെ വിസിറ്റേഷനുകൾ അല്ലെങ്കിൽ ദൈവപ്രവർത്തിയുടെ വിസിറ്റേഷനുകളെ അവർ കാതോർത്തിരിക്കും. അവർ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കും. അവർ ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. പണ്ടത്തെ ഭക്തന്മാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തമായ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ശക്തന്മാരായ ദൈവദാസന്മാരുണ്ട്. അവരൊന്നും സാഹചര്യത്തിനനുസരിച്ച് അലതള്ളി വരുന്ന തിരമാലകൾ കണ്ട് പേടിക്കുന്നവരല്ല. അവർ മുന്നോട്ടെടുത്ത് വെച്ച സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കത്തില്ല. അർത്ഥം, അവർ വിശ്വസിച്ച ദൈവത്തെ വിട്ട് പുറകോട്ടൊരു സ്റ്റെപ്പില്ല. അവരുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് നിൽക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അവരെ അകറ്റുന്നതെന്തും അവർ ഇന്ന് പകൽക്കാലം അത് വെട്ടിമാറ്റി ദൈവിക പദ്ധതിക്കകത്ത് നിൽക്കുക എന്നതാണ് ആഴമേറിയ സമർപ്പണം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, എന്നും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടില്ല. എന്നും ദൈവത്തിൻ്റെ ചലനം നമ്മുടെ കാലയങ്ങൾക്കകത്തുണ്ടാകണമെന്നില്ല. എന്നും നമ്മുടെ പരിശുദ്ധാത്മാവിനെ കൈമാറാൻ ദൈവം ഇറങ്ങി വരണമെന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, ദൈവിക പദ്ധതി ഇറങ്ങി വരുമ്പോൾ അവിടെ ആരുണ്ടാകണം? നാം ഉണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 3 പ്രാവശ്യം പിന്മാറിപ്പോയ പത്രോസിൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്ന് കനലിൽ ചുട്ട അടയും കൊടുത്തിട്ട് പത്രോസിനോട് പറയുന്നൊരു പദമുണ്ട്. പത്രോസേ, നീ തിരിച്ചു പോകണം, നീ തിരിച്ചു പോകണം. എവിടെ പോയി? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് മാളിക മുറിക്കകത്ത് 120 പേർ ഇരിക്കുന്നതിൻ്റെ കൂടെ നീയും ഇരിക്കണം. അർത്ഥമെന്തെന്നറിയാമോ? ദൈവം പറഞ്ഞത്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ട സമയത്ത് പത്രോസേ, നിന്നെ പിന്മാറ്റിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഗോതമ്പ് മണി പാറ്റുന്നത് പോലെ നിന്നെ പാറ്റിക്കളയാൻ സാത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വീഴാതെ ദൈവത്തിൻ്റെ മഹത്വമേറുന്ന ശുശ്രൂഷ വീഴുന്ന മാളിക മുറിക്കകത്ത് നീ അവൈലബിൾ ആകണം. ഇപ്പകൽ ആത്മാവിൽ ഞാൻ പറയാം, ഒരുപക്ഷെ കൂട്ടുകാരായിരിക്കുക, ഒരുപക്ഷെ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളായിരിക്കുക, ഒരുപക്ഷെ സൗഹൃദങ്ങളായിരിക്കുക, ഒരുപക്ഷെ ഈ ലോകത്തിലെ മായാജാലങ്ങളായ നീ ഇഷ്ടപ്പെടുന്ന പലതുമായിരിക്കുക, പക്ഷെ പല അഡിഷനുമായിരിക്കുക. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം നിന്റെ മേൽ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈമുണ്ട്, ഒരു പർട്ടിക്കുലർ സമയമുണ്ട്, പർട്ടിക്കുലർ ഡേ ഉണ്ട്. ആ സമയത്ത് നീ അവൈലബിൾ ആകണം. ഇല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ശത്രു നിന്നെ പാറ്റിക്കളയും, ശത്രു നിന്നെ പാറ്റിക്കളയും. പക്ഷെ പത്രോസേ, നീ മാളിക മുറിക്കകത്ത് കയറിയിരുന്ന് പിതാവിന്റെ വാഗ്ദത്തം നീ പ്രാപിച്ചെടുത്തു കഴിഞ്ഞ ആർക്കും നിന്നെ തകർക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു വായ്കളെ തുറമ. പ്രിയരേ, ദൈവം വച്ച പദ്ധതികൾക്കകത്തുനിന്ന്, ദൈവത്തിൻ്റെ പദ്ധതികൾക്കകത്തുനിന്ന്
നമ്മളെ വെട്ടിമാറ്റുകയാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം. നമ്മെ പിന്മാറ്റിക്കൊണ്ടുപോവുകയാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അമ്മയെ ദൈവം വച്ച അനുഗ്രഹത്തിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇവിടെ പറയുന്ന അതാത് സമയത്ത് അർത്ഥം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ദൈവസന്നിധിയിൽ അവൈലബിൾ അല്ലാതെ, ദൈവസന്നിധി വിശുദ്ധിയില്ലാതെ, ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാൻ പ്രാഗൽഭ്യമില്ലാതെ ഏതൊക്കെ കുഴിക്കകത്ത് വീണുപോയി, ഏതൊക്കെ വാഴിക്കുഴിക്കകത്ത് ശത്രു അകപ്പെടുത്തിക്കളഞ്ഞു, ദൈവഹിതമില്ലാത്ത ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം തീർന്നുപോയ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എണ്ണിപ്പറയാൻ കഴിയുന്ന ഒത്തിരി ഈ ദേശത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഈ പകൽക്കാലം ആത്മാവിൽ പറയാൻ കഴിയുമോ, കർത്താവേ, നീ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, അങ്ങ് വിളിക്കുന്ന സമയത്ത്, അങ്ങനെ തേടിയെത്തുന്ന സമയത്ത് അങ്ങയ്ക്ക് വേണ്ടി അവൈലബിളാകാ ഒരു അഭിഷേകത്തെ എൻ്റെ മേൽ കൈമാറണമേ. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ്. ഏറ്റവും വലിയ ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ ഇന്ന് പകൽക്കാലം ഗ്രഹിക്കേണ്ട സമയമാണ്. അർത്ഥം ദൈവം വച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് പർട്ടിക്കുലർ ടൈമുണ്ട്. ആ സമയത്താണ് ദൈവം നമ്മെ ലിഫ്റ്റ് ചെയ്യുന്നത്. ആ സമയത്താണ് നമുക്ക് വിടുതലുകൾ ലഭിക്കുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വസ്തിയെ മാറ്റിയ സമയത്ത്, അല്ലെങ്കിൽ വസ്തിയെ അഹശ്വേരോശ് രാജാവ് മാറ്റിയ സമയത്ത് അവിടെ എസ്തേർ എത്തിയില്ലായിരുന്നെങ്കിൽ എസ്തേർ ഇരിക്കേണ്ടടുത്ത് വേറെ ആരെങ്കിലും ഇരുന്നേനെ? ഹലോ, ജീവിതത്തിൽ പിന്നെ എസ്തേറിന് ഇതേപോലൊരു സ്ഥാനം കിട്ടോ, ഇതേപോലൊരു പദവി കിട്ടോ, ഇതേപോലൊരു രാജകീയമായ മാന്യത കിട്ടോ? അർത്ഥം നീ ഇരിക്കേണ്ട സ്ഥലത്തുണ്ട്, നിന്നെ ഇരുത്താൻ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലമുണ്ട്, നിന്നെ മാനിക്കാൻ ആഗ്രഹിക്കുന്ന പദ്ധതിയുണ്ട്, നിന്റെ മേൽ കൈമാറാൻ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷയുണ്ട്. ആ സമയത്ത് നീ അവൈലബിൾ ആകണം. എന്താകണം? അവൈലബിൾ ആകണം. ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം നമ്മെ പലതിനകത്ത് കുടുക്കിക്കളയുകയാണ്. ഇന്ന് പകൽക്കാലം ചിന്തിച്ചിട്ടുണ്ടോ പ്രിയരെ? യാക്കോബ് ഓടിച്ചെന്നേ അമ്മയുടെ സഹായത്തോടുകൂടെ ഒരു ചുമന്ന പായസവും ഉണ്ടാക്കി ഏശാവിൻ്റെ അടുക്കൽ പോകുക. തളർന്ന് വേട്ടയാടി തളർന്ന് വരുന്ന തൻ്റെ ജ്യേഷ്ഠനെ കണ്ടപ്പോൾ യാക്കോബ് തോളത്ത് തട്ടിയിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, നീ ഒത്തിരി സങ്കടപ്പെട്ട് വന്നതല്ലേ, ഒത്തിരി അധ്വാനിച്ചു വരുന്നതല്ലേ, നീ നല്ല വിശക്കുന്നുണ്ടല്ലോ, നിനക്ക് നല്ല വിശപ്പുണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഇച്ചിരി ചുമന്ന പായസം ഉണ്ട്, എൻ്റെ കയ്യിൽ ഇച്ചിരി ചുമന്ന പായസം ഉണ്ട്, ഞാനിത് തരാൻ റെഡിയാ, പക്ഷേ നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്കൊന്ന്, അമ്മേ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്കൊന്ന് തന്നാ മതി. ആരും അറിയില്ലെന്നേ. നിന്റെ ജ്യേഷ്ഠാവകാശം നീ ഒന്ന് തരാമെന്നൊരു വാക്ക് മൂളിയാ മതി, എൻ്റെ കയ്യിലുള്ള ചുമന്ന പായസം മുഴുവനും ഞാൻ നിനക്ക് തരാം. പ്രിയരെ, ഏശാവ് പായസത്തിൻ്റെ മുൻപിൽ അവൻ്റെ ജ്യേഷ്ഠാവകാശത്തിൻ്റെ വിലയറിയാതെ യാക്കോബ് കൊണ്ടുവച്ച പായസത്തിൻ്റെ മുൻപിൽ ആ ജ്യേഷ്ഠാവകാശത്തെ കൊടുത്തപ്പോൾ ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടത് അവൻ്റെ അപ്പൻ്റെ പാരമ്പര്യമാണ്. ഇന്ന് പകൽക്കാലം വേദപുസ്തകത്തിനകത്ത്, ഇസ്രായേൽ ചരിത്രത്തിനകത്ത് ജ്യേഷ്ഠാവകാശത്തിന് അത്ര പ്രാധാന്യമുണ്ട്. അർത്ഥമല്ലോ മനസ്സിലായോ? ഇന്ന് പകൽക്കാലം ശത്രു കൊണ്ടു നീട്ടുന്ന ചില താൽക്കാലിക സുഖങ്ങൾക്കകത്ത്, താൽക്കാലിക ആഗ്രഹങ്ങൾക്കകത്ത്, താൽക്കാലിക പ്രലോഭനങ്ങൾക്കകത്ത്, താൽക്കാലിക മോഹങ്ങൾക്കകത്ത് ഇന്ന് പകൽ നഷ്ടപ്പെടുത്തി കളയുന്നത് നീ വലിയ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് നീ തിരിച്ചറിയാതെ പോകരുത്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം പ്രിയരെ, മിന്നുന്നതൊന്നും പൊന്നല്ല, ചിരിച്ചു കാണിക്കുന്നതൊന്നും നിന്നെ നന്നാക്കാനല്ല, തിരിച്ചു കാണിച്ച് കഴുത്തറുത്ത് കളയ ശത്രു പദ്ധതിയിട്ട് മറഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം നൽകിയ അവകാശത്തെ, ദൈവം നൽകിയ അധികാരത്തെ, ദൈവം നൽകിയ കൃപാവരത്തെ, ദൈവം നൽകിയ അഭിഷേകത്തെ ഇന്ന് പകൽക്കാല പാപത്തിനകത്ത്
മുക്കിക്കളഞ്ഞ് തീർത്തു കളയാതെ ഇന്ന് പകൽക്കാലം മരിക്കേണ്ടി വന്നാൽ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്ന ഒരു ക്രിസ്തു ഭക്തനാ, ഒരു ക്രിസ്തു ഭക്തയോ ഈ തലമുറയിൽ ജീവിക്കാം. നിനക്ക് കഴിഞ്ഞ നിന്നെ പോലെ ഭാഗ്യമുള്ളവർ ഈ ലോകത്ത് വേറെയില്ല. ഇന്ന് പകൽ കൈയടിക്കാൻ എളുപ്പമാ, അന്യഭാഷ പറയാൻ എളുപ്പമാ, ഇതെല്ലാം നല്ലതാ. പാടാൻ എളുപ്പമാ, പ്രസംഗിക്കാൻ എളുപ്പമാ, പ്രവചിക്കാൻ എളുപ്പമാ. ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പാടാണ്. സ്പാനിഷും അറബിക്കും ഇതെല്ലാം അന്യഭാഷയ്ക്കകത്ത് പറഞ്ഞു വിടാൻ എളുപ്പമാണ്. ഞാൻ ആത്മാവിൽ പറയാം, ദൈവം നൽകിയ അധികാരത്തെ, ദൈവം നൽകിയ അഭിഷേകത്തെ, ദൈവം നൽകിയ അവകാശത്തെ എറിഞ്ഞുടച്ചു കളയാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നിൽക്കാൻ, ആരെല്ലാം നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാലും അതെത്ര ചോർന്നു നിൽക്കുന്നവരാണെങ്കിലും സ്വന്തം കുടുംബത്തിനകത്തു നിന്നാണെങ്കിലും ഇന്ന് പകൽ പറയണം, ഞാൻ ഈ മണ്ണിനെ പ്രതി ആ മാണിക്യത്തെ വിടത്തില്ല. ഞാൻ ഈ മണ്ണിനെ പ്രതി ആ മാണിക്യത്തെ വിട്ടൊരു കളിയില്ല. എന്നെ കർത്താവിനെ ഉപേക്ഷിച്ചിട്ടൊരു ജീവിതം എനിക്കില്ല. ഇന്ന് പകൽ അതുകൊണ്ട് എന്താവണം? ആ ദൈവസന്നിധിയിൽ അവൈലബിളായി മാറണം. ദൈവം നിന്നെ പാസ് ഔട്ടാക്കാൻ ആഗ്രഹിക്കുന്ന ചില എക്സാമുകൾ കാണും. ദൈവം ചില ബന്ധങ്ങളിലേക്ക് ചില വ്യക്തികളുമായി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടൈമുകൾ കാണും. അതിനെയൊക്കെ ബൈബിൾ പഠിക്കുന്നത് ഡിവൈൻ കണക്ഷൻസ് എന്നാണ്. അമ്മേ, ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളല്ല, ദൈവഹിതമുള്ള കണക്ഷനുകളുണ്ട്. അർഹതയില്ലാത്ത നന്മകളെ നിന്റെ കരത്തിൽ തരുന്ന ചിന്തിക്കാൻ കഴിയാത്ത കണക്ഷനുകൾ. ഒരുവന്റെ ഭാവിയുടെ ഡെസ്റ്റിനിയെ തിരിക്കുന്നത് ആ കണക്ഷനുകളാണ്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ യോസേഫിനെ ആരുമായി കണക്ട് ചെയ്തു? പാനപാത്രവാഹകനുമായി കണക്ട് ചെയ്തു. അവൻ പാനപാത്രവാഹകനുമായിട്ടുള്ള കണക്ഷനാണ് അവനെ രാജകൊട്ടാരത്തിൽ കൊണ്ടു നിർത്തിയത്. അതുപോലെ ദൈവം ചില ബന്ധങ്ങളുണ്ട്, ചില വ്യക്തി ജീവിതങ്ങളെ ദൈവാത്മാവ് കണക്ട് ചെയ്യും. അമ്മ, അതെന്തിനു വേണ്ടിയെന്നറിയാമോ? നിന്റെ ഡെസ്റ്റിനിയെ തിരിക്കാൻ വേണ്ടിയാണ്. അമ്മ, തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രിയരെ, വേദപുസ്തകത്തിനകത്ത് പറയുന്നു, വിധവ സാറാഫാത്തിലെ വിധവ ഇച്ചിരി മാവ് വച്ച് അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കി കഴിച്ചു, ഒരു അടയുണ്ടാക്കി കഴിച്ചു മരിക്കാൻ കാത്തിരിക്കുക. പക്ഷേ ആ മരണം കാത്തിരിക്കുന്ന കുടുംബത്തിനകത്ത് ഒരു ഡിവൈൻ കണക്ഷൻ കൊണ്ടുവന്നു. ആ കണക്ഷൻ കൊണ്ടുവന്നത് ആരെയാണ് ദൈവം കണക്ട് ചെയ്തത്? ഏലിയാവെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകനെയാണ്. അർത്ഥം, ഏലിയാവ് സാറാഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ കാലെടുത്ത് വച്ചപ്പോൾ സാറാഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ ക്ഷാമം തീർന്നു. ആമേൻ, ഹല്ലേലൂയ. അവളുടെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ വറ്റിപ്പോയതുമില്ല. അതുപോലെയുള്ള ചില കണക്ഷനുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, അതാത് സമയത്ത് ദൈവം തൻ്റെ ദൂതനെ, ആമേൻ, ഹല്ലേലൂയ. എങ്ങനെ? അതാത് സമയത്ത് ദൈവം തൻ്റെ ദൂതനെ അയക്കും. ദൈവത്തിന് നിന്നെ ആവശ്യമാണെങ്കിൽ, ദൈവത്തിന് നിന്റെ കുടുംബത്തെ ആവശ്യമാണെങ്കിൽ, ദൈവത്തിന് നിന്റെ തലമുറകൾക്ക് അർഹതയില്ലാത്ത ഭാവി കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ സഭയെ ദൈവത്തിന് വളർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അർഹതയില്ലാത്ത ചില ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തും. ഞാൻ അങ്ങനെ ഇതിനകത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഒരു ദൂത് പറയാം. 2026 ചില ഡിവൈൻ കണക്ഷനുകൾ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ഓപ്പറേറ്റ് ചെയ്യും. ചില വ്യക്തി ജീവിതങ്ങളെ ദൈവം നിനക്ക് വേണ്ടി കണക്ട് ചെയ്യുക. ആത്മാവിൽ ഞാൻ പ്രവചിക്കാം, അതാത് സമയത്ത് ദൂതൻ ഇറങ്ങുന്നത് പോലെ അതാത് സമയത്ത് ദൈവം നിനക്ക് വേണ്ടി ചില വ്യക്തി ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അതാത് സമയത്ത് നീ ഞെരുങ്ങുന്ന സമയത്ത്, നീ ഭാരപ്പെടുന്ന സമയത്ത്, നീ ആകുലപ്പെടുന്ന സമയത്ത്, നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് ലോകം പറയുന്ന സമയത്ത് ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സായി ഇന്ന് പകൽക്കാലം ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുക.
അർത്ഥമാന ഘടകവരാജ ഗന്ധരാദികൾ ഖമന ബലഘടക അർത്ഥമന ജലഘടക ധരാറുകൾ ഖമന ബലഘടക ചരാറുകൾ ഖമന ബലഘടക അർത്ഥമാന ധാര ധാര. അമ്മേ, ആരായി ദൈവം എഴുന്നേൽപ്പിക്കും? ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. അർത്ഥം, ദൈവം ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനികളിലേക്ക്, പദ്ധതികളിലേക്ക്, നിയോഗങ്ങളിലേക്ക് നിന്നെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ഞാൻ അങ്ങനെ കാണുകയാണ്. ചില ദൈവത്തിൻ്റെ അതാത് സമയത്ത് ദൂതൻ ഇറങ്ങുന്നത് പോലെ ദൈവം സഹായിക്കാൻ ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. അമ്മ, ഞാനൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട്. ചില നന്മകളുടെ വാതിലുകൾ അടയുമ്പോൾ, ചില വഴികളെല്ലാം ബ്ലോക്ക് ആകുമ്പോൾ, നാളെ എന്തെന്ന് ചിന്തിക്കുമ്പോൾ, നാളെ എന്താകുമെന്ന് അറിയാതിരിക്കുമ്പോൾ എൻ്റെ ദൈവം ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിച്ചു തരും. ചില അമ്മ, ദൈവം അതാത് സമയത്ത് ദൂതനെ ഇറക്കും. എന്തിനു വേണ്ടി? ആ കുളത്തെ ഒന്ന് കലക്കാം. ആ കുളം കലങ്ങിയാൽ ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യം ഉറപ്പാണ്. ദൈവത്തിന് ആഗ്രഹം, ദൈവത്തിന് ഇഷ്ടം മാറി നിൽക്കുന്നവനെയല്ല. ദൈവത്തിന് ആഗ്രഹം, ദൈവത്തിന് ഇഷ്ടം ചാടി ഇറങ്ങുന്നവനെയാണ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? കഴിവ് കാണില്ല, പ്രാപ്തി കാണത്തില്ല, ഒന്നിനും കാണത്തില്ല, മൈക്ക് പിടിക്കാൻ പോലും ചിലർക്കൊന്നും അറിയണമെന്നില്ല. പക്ഷെ എല്ലാത്തിനും മുന്നിൽ നിൽക്കാൻ അവർക്ക് ഭയങ്കര കൊതിയാണ്. ദൈവികമായ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ചാടി മുന്നിൽ നിൽക്കും. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ഇഷ്ടം. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുകയല്ല, കഴിവില്ലാത്തവരെ കഴിവുള്ളവരാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ഈ നിമിഷവും തിരിച്ചറിയണം, ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാത്തിനും പ്രയോറിറ്റി ദൈവരാജ്യത്തിന് കൊടുക്കുന്നവരായി മാറണം. വിടുതൽ ആവശ്യമാണോ? ചാടി ഇറങ്ങിക്കോണം. വിടുതൽ അനുഗ്രഹം ആവശ്യമാണോ? പുറകോട്ട് വലിക്കാൻ ചിന്തകൾ, വാക്കുകൾ, കുടുംബക്കാർ, അവരുടെ സംസാരങ്ങൾ പുറകോട്ട് വലിക്കുന്ന 1000 കാര്യങ്ങൾ കാണും. പക്ഷെ നിന്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവവുമായുള്ള ഒറ്റ ബന്ധമായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ പുറകോട്ട് കൊണ്ടുപോകാൻ 1000 കാര്യങ്ങൾ കാണും. നമുക്ക് പറയാൻ 100 കണക്കിന് എക്സ്ക്യൂസുകൾ കാണും. നമുക്ക് ചെയ്യാതിരിക്കാൻ, പാടാതിരിക്കാൻ, പ്രാർത്ഥിക്കാതിരിക്കാൻ, ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ നമുക്ക് 100 എക്സ്ക്യൂസുകൾ കാണാം. പക്ഷെ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ എക്സ്ക്യൂസ് പറയുന്നവനെ അല്ല. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ചാടി ഇറങ്ങുന്നവനെയാണ്. ദൈവമഹത്വത്തിന് വേണ്ടി ചാടിയിറങ്ങുന്നവരെയാണ്. കഴിവുള്ളവനായിട്ടല്ല, കഴിവില്ലെങ്കിലും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടണമെന്ന് കൊതിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ചാടി ഇറങ്ങിക്കോ. നിന്റെ ചരിത്രത്തെ തിരിക്കുന്ന ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ വെളിപ്പെടും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ നീതിയാണ്. ഹല്ലേലൂയ. ആദ്യം ഇറങ്ങുന്നവൻ എന്തുണ്ട്? സൗഖ്യം ഉണ്ട്. എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. വേഗത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയരെ, ആ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 38 വർഷമായിട്ട് ഇവൻ ഇറങ്ങാതെ കുളക്കരയിൽ കിടക്കുക. എത്ര വർഷമായിട്ട്? 1ഉം 2ഉം അല്ല, 38 വർഷമായിട്ട് ഇവൻ എന്ത് ചെയ്യുക? കുളക്കരയിൽ കിടക്കുക. വന്നിരുന്ന് ഉറങ്ങിയും തൂങ്ങിയും. അമ്മേ, ഹല്ലേലൂയ. എൻ്റെ ചോദ്യം, 38 വർഷമായിട്ട് പോട്ടെ, വർഷത്തിലൊരിക്കലേ ദൂതൻ ഇറങ്ങിയുള്ളൂ എന്നിരിക്കട്ടെ, എങ്കിലും കുറഞ്ഞതൊരു 38 പ്രാവശ്യമെങ്കിലും ദൂതൻ ഇറങ്ങിയില്ലേ? വെള്ളം കലങ്ങിയില്ലേ? സൗഖ്യമാകേണ്ടവർ സൗഖ്യമായില്ലേ? കുറഞ്ഞ കണക്കാണ് പറഞ്ഞത്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചേ. എന്നിട്ടും ഇവൻ ഇറങ്ങുന്നില്ല. എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞ ഇവൻ ആ സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ടു. ആ സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ടു. അങ്ങനെ ജീവിക്കുന്നവരുണ്ട് കേട്ടോ.
ആദ്യമൊക്കെ അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു, ഈ വിഷയത്തെ ഞാൻ ജയിക്കും, ഇതിന് ഞാൻ രോഗസൗഖ്യം പ്രാപിക്കും, ആമേൻ, ഇതിന് ഞാൻ വിടുതൽ കണ്ടിട്ട് ഞാൻ ഉപവാസം നിർത്തൂ, ഇതിന് ഞാൻ അനുഗ്രഹം പ്രാപിച്ചിട്ട് ഈ വിഷയത്തിൻ്റെ മറുപടി കിട്ടിയിട്ട് ഞാൻ എഴുന്നേക്കൂ. പക്ഷെ ദാണ്ടെ 38 വർഷം കഴിഞ്ഞിട്ടും അവിടെ അവൻ്റെ രോഗം പറയുന്നില്ല. ആമേൻ, അവൻ്റെ രോഗം പറയുന്നില്ല. ഹല്ലേലൂയ. അവൻ പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട്, ദൂതൻ വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലോട്ട് കൊണ്ടുപോയി ആക്കാൻ ആരുമില്ലെന്ന് അവൻ്റെ പരാതി. അർത്ഥം ഒരു പക്ഷേ അവന് നടക്കാൻ കഴിയാത്ത വണ്ണം രോഗിയായിരിക്കണം, അല്ലെങ്കിൽ കൊണ്ടുപോയി ആക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല എങ്കിൽ അവൻ കാഴ്ച നഷ്ടപ്പെട്ടവനായിരിക്കണം. അമ്മേ, ഹല്ലേലൂയ. നമ്മൾ പലരും പ്രസംഗിക്കുമ്പോൾ പലതും പറയുന്നുണ്ടെങ്കിൽ അവിടെ രോഗി എന്ന് മാത്രമേ 38 വർഷം കുളക്കരയിൽ അവൻ കിടക്കുന്നവനെ പറ്റി പറയുന്നുണ്ട്. അവൻ്റെ രോഗം പറയുമില്ല. ഒരു പക്ഷേ കണ്ണിന് കാഴ്ചയില്ലാത്തവനായിരിക്കണം, ഒരു പക്ഷേ അല്ലെങ്കിൽ കാലിന് സ്വാധീനമില്ലാതെ കിടക്കുന്നവനായിരിക്കണം. അർത്ഥം എങ്ങനെ തന്നെയാണേലും അവൻ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് ചോദിക്കും, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നൊരു എക്സ്ക്യൂസ്, കർത്താവേ, അവൻ മനസ്സില്ല എന്ന് പറയുന്നില്ല, മനസ്സുണ്ട് എന്നും പറയുന്നില്ല. അവൻ പറയുന്നത്, ഞാൻ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ആരെങ്കിലും അതിനു മുമ്പ് എന്നെ ഇറക്കാൻ ആരും ഇല്ല. അവൻ്റെ എക്സ്ക്യൂസുകൾ കണ്ടോ? അവൻ പറയുകയാണ്, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ ആരെങ്കിലുമൊക്കെ ഇറങ്ങി സൗഖ്യമാകും. എൻ്റെ പ്രസംഗഭാഷ പറഞ്ഞ ഒന്നുമില്ലേലും 5 മണ്ഡപങ്ങളുള്ള കുളത്തിനകത്ത് 38 വർഷമായി കിടക്കുന്നവൻ, സകല മടയും സകല വെയിലും കൊണ്ടുകൊണ്ട് കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നവൻ, അവൻ്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയെന്നുണ്ട്. അമ്മേ, ഹല്ലേലൂയ. അവൻ നോക്കുമ്പോൾ സമയാസമയത്ത് ആ കുളത്തിൻ്റെ അടുക്കൽ കിടക്കുന്ന രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്, അതവനും കിട്ടുന്നുണ്ട്. ആരെങ്കിലും വന്ന് കൊടുക്കുന്ന ധർമ്മങ്ങളുണ്ട്, അതെല്ലാം വാങ്ങി അവൻ അതിനകത്ത് ഒതുങ്ങിക്കൊടുകയാണ്. പ്രിയരെ, ഞാൻ ആത്മാവിൽ പറയാം, നീ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ സാഹചര്യങ്ങൾ കണ്ട് നീ ഒതുങ്ങുന്നവനായി മാറരുത്. അമ്മ, നമ്മളെല്ലാവരും സാഹചര്യങ്ങളെ കണ്ട് ഒതുങ്ങും. നമ്മുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്ന അവന് നഷ്ടപ്പെട്ടു പോയത് ഒരേ ഒരു കാര്യമാണ്. അത് നമുക്കറിയില്ല, പക്ഷെ കർത്താവിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, എടാ, നിനക്ക് സൗഖ്യമാകാൻ. അർത്ഥം ഇവൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു. അർത്ഥം ഇവന് സൗഖ്യമാകണമെന്നുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു. ഇവൻ ചിന്തിക്കുക, 20ാമത്തെ വയസ്സിൽ വന്നതാ, ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. 20ാമത്തെ വയസ്സിൽ വന്ന് കുളക്കരയിൽ കിടക്കാൻ തുടങ്ങിയതാ. ഇന്ന് 38 വർഷം കഴിഞ്ഞു. അർത്ഥം 58 വയസ്സായി. ഇനി എന്തിനാ എണീറ്റിട്ട്, ഇനി എന്തിനാ സൗഖ്യമായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് ജീവിതം തീർക്കാമെന്ന് ഒരുവൻ പറയുമ്പോൾ അവൻ്റെ മനസ്സിനെ മരവിപ്പിക്കുകയാണ്, അവൻ്റെ മനസ്സിനെ മടിപ്പിക്കുകയാണ്. അവൻ തന്നെ പറയുക, ഈ സാഹചര്യമൊക്കെ മതി. ചിലരൊക്കെ പറയും, നീ കേട്ടിട്ടില്ലേ, ഈ വീട്ടിലങ്ങ് ജീവിച്ചാൽ പോരെ, ഇതിനകത്തൊക്കെ ജീവിച്ചാൽ മതി, ഇത്രയും വിദ്യാഭ്യാസമൊക്കെ മതി, എൻ്റെ മക്കൾക്ക് ഇതിനപ്പുറം ഒരു വിദ്യാഭ്യാസം വേണ്ട, ഇതിനപ്പുറം ഒരു ഉയർച്ച വേണ്ട, ഇതിനപ്പുറം ഒന്നും വേണ്ട. കാരണം അവരുടെ മനസ്സ് മടുത്തുപോയി, അവരുടെ മനസ്സ് മരവിച്ചുപോയി, അവരുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയി. അവിടെയാണ് കർത്താവ് ഇറങ്ങി വന്നിട്ട്, നിനക്ക് സൗഖ്യം വേണോ എന്നല്ല ചോദിക്കുന്നത്. 38 വർഷമായി കിടക്കുന്ന രോഗിയോട് നമ്മൾ പോയാൽ ചോദിക്കും, നിനക്ക് സൗഖ്യം വേണമോ എന്നല്ല ചോദിക്കുന്നത്. ദൈവം ചോദിക്കുന്ന ചോദ്യം കണ്ടോ, എടാ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അമ്മേ, അർത്ഥം സൗഖ്യമാകാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ ഒന്നീ ദൂതനിറങ്ങി കലക്കിയപ്പോ നീ ഉരുണ്ടു വീണെങ്കിലും ആ കുളത്തിനകത്ത് വീണേനെ. നീ മനസ്സില്ലാത്തത് കൊണ്ടാണ് നിനക്ക് സൗഖ്യം കിട്ടാത്തത്. ആത്മാവിൽ ഞാൻ പറയാം, എവിടെയൊക്കെ മനസ്സ് മടുത്തുപോയി, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വന്നപ്പോൾ, ആരുടെയൊക്കെ കുത്തുവാക്കുകൾ കേട്ടപ്പോൾ, ആരുടെയൊക്കെ വായിൽ നിന്ന് പുറത്തു വന്ന കുത്തുവാക്കുകൾ കൊണ്ട് ജീവിതത്തിൻ്റെ മുൻപിൽ മനസ്സ് മടുത്തുപോയ ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്, ആത്മാവി പകൽക്കാലം ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് പഴയതുപോലെ മടങ്ങി വരാൻ മനസ്സുണ്ടോ? നീ ആഗ്രഹിച്ച
സ്വപ്നത്തിലേക്ക്, ദൈവം കണ്ട ദർശനത്തിലേക്ക്, ദൈവം കണ്ട പദ്ധതിയിലേക്ക് ഈ പകൽക്കാലം മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ, ഈ പകൽക്കാലം ആത്മാവ് ഇന്ന് പകൽ നിന്റെ ഭാവിയെ തിരിച്ചു പിടിച്ച് നിന്റെ കരത്തിൽ തരാൻ തയ്യാറാണ്. നിന്റെ ശുശ്രൂഷയെ തിരിച്ചു നൽകുക എൻ്റെ ദൈവം ശക്തനാണ്. നീ തകർന്നൊന്ന് ലോകം വിധി എഴുതിയെടുത്ത് നിന്ന ദൈവം അവർണ്ണനീയമായൊരു ജീവിതം തരാൻ ഈ പകൽക്കാലം എൻ്റെ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽ കരമടിച്ചു വായ്കളെ തുറന്ന് എൻ്റെ ദൈവത്തിനുമല്ല ആരാധന കൊടുത്താട്ടെ. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആഗ്രഹം ആ ലെവലിലെത്തണമെന്ന, പക്ഷെ പഠനത്തിൻ്റെ പാതി വഴിയിലെത്തിയപ്പോൾ ആരൊക്കെ പറഞ്ഞ കുത്തുവാക്കുകൾ നിമിത്തം നീ പറഞ്ഞു ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് നിന്റെ ആഗ്രഹം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന, പക്ഷെ മുന്നോട്ട് പോയപ്പോൾ ആരൊക്കെ പറഞ്ഞ വാക്കുകൾ നിന്റെ മനസ്സിനെ തളർത്തി, നിന്റെ ജീവിതത്തെ തളർത്തി. ഒരായുസ് മുഴുവനും നീ തലമുറകൾക്ക് വേണ്ടി ജീവിച്ചു. നിന്റെ തലമുറയുടെ നല്ല കാലം കാണാൻ നീ കൊതിച്ചു. പക്ഷെ ആരൊക്കെ പറഞ്ഞ കുത്തുവാക്കുകൾ നിമിത്തം നീ പറഞ്ഞു എൻ്റെ തലമുറകൾക്ക് ഇങ്ങനെയൊക്കെ മതി. പക്ഷെ ഇന്ന് പകൽക്കാലം 38 വർഷം കൊളക്കരവിൽ കിടന്ന ആ രോഗിയോട് കർത്താവ് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽ അവന് നഷ്ടപ്പെട്ടു പോയത് സൗഖ്യമാകണമെന്ന ആഗ്രഹമാണ്. ഈ പകൽ ദൈവാത്മാവ് നിന്റെ ആഗ്രഹത്തെ ദൈവം തിരിച്ചു തരികയാണ്. നിനക്ക് നഷ്ടപ്പെട്ടു പോയത് ദൈവത്തിൻ്റെ വിടുതൽ പ്രാപിച്ചെടുക്കണമെന്ന ആഗ്രഹമാണ്, ആ മനസ്സാണ്. ദൈവം കണ്ട ആ സ്വപ്നത്തിലേക്ക്, ദൈവം നിന്നെ വിളിച്ച വിളിക്കിലേക്ക്, ദൈവം കൊണ്ടുവന്ന നിയോഗത്തിൽ നിന്ന് നിന്നെ എവിടെയൊക്കെ മടിപ്പിച്ച ചില മനസ്സില്ലേ, മടിപ്പിച്ചു മരവിച്ചു പോയ ചില മനസ്സിൻ്റെ അവസ്ഥകളില്ലേ, ഈ പകൽ കർത്താവ് ചോദിക്കുക, കുഞ്ഞേ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് വിടുതലാകെ പ്രാപിക്കാൻ മനസ്സുണ്ടോ? നിനക്ക് നല്ല ഭാവി പ്രാപിച്ചെടുക്കാൻ മനസ്സുണ്ടോ? നിനക്ക് നല്ല ജീവിതം നയിക്കാൻ മനസ്സുണ്ടോ? ആഗ്രഹിച്ചതല്ല ഇങ്ങനൊരു ജീവിതം, കൊതിച്ചതല്ല ഇങ്ങനൊരു അവസ്ഥ. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, പോയി മുട്ടി നോക്കാത്ത വാതിലുകളില്ല, കരന്നീട്ടാത്ത വ്യക്തി ജീവിതങ്ങളില്ല. പക്ഷെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞില്ല. ദീർഘ വർഷങ്ങളായി. പക്ഷെ നീ നിന്നോട് തന്നെ പറയുക, മതി, ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു മരിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് എങ്ങനെയെങ്കിലും പഠിച്ച് തീർത്താൽ മതി, ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിയാൽ മതി. പക്ഷെ ദൈവം ചോദിക്കുന്നത്, എടാ ദൂതൻ ഇറങ്ങുന്നുണ്ട്, അതാത് സമയത്ത് ദൂതൻ ഇറങ്ങുന്നുണ്ട്. എന്താടാ നിനക്ക് മനസ്സില്ലാത്തേ? എന്താടാ നിനക്ക് മനസ്സില്ലാത്തേ? നിന്റെ കൂടെ ആ കുളക്കരവിൽ 5 മണ്ഡപങ്ങളിൽ തിങ്ങിപ്പാർത്തിരുന്ന രോഗികൾ പലതും സൗഖ്യമായി വീട്ടിൽ പോയില്ലേ? പലതും ഇന്ന് അർഹതയില്ലാത്ത ഭാവികളായി ജീവിതം മുന്നോട്ട് പോകുമില്ലേ? ഇന്നും നിനക്കെന്തേ മനസ്സില്ലാത്തേ? ആരോടൊക്കെ ഇടപെടുകയാ, നിനക്ക് മാത്രം എന്തേ മനസ്സില്ലാത്ത? എവിടെയാ നീ മടുത്തുപോയേ? എവിടെയാ നീ മടുത്തുപോയേ? നിന്റെ മനസ്സെവിടെയാ സ്റ്റക്കായി പോയേ? മുന്നേറണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചല്ലേ നീ മുന്നോട്ട് പോയത്? ആര് സഹായിച്ചില്ലേലും നീ ഒറ്റയ്ക്ക് ചിലവ് നേടിയെടുക്കുമെന്ന് പറഞ്ഞല്ലേ നീ ജീവിച്ചത്? എവിടെയാ നിന്റെ മനസ്സ് സ്റ്റക്കായി പോയേ? ഓ ഇന്ന് പകൽക്കാലം കാലിക പ്രസക്തിയുള്ളൊരു സന്ദേശമാണിത്. ഇന്ന് പകൽ ഏതൊക്കെ രാജ്യങ്ങളിൽ, ഏതൊക്കെ പട്ടണങ്ങളിൽ ഈ സന്ദേശം ഇപ്പോൾ കേൾക്കുകയോ ഇനി കേൾക്കാൻ പോകുന്ന നിങ്ങളോട് ആത്മാവി ചോദിക്കുക, എപ്പോഴാണ് നിങ്ങൾ മടുത്തുപോയേ? ജീവിതത്തെ മടുത്തുപോയേ? എവിടെയാ മനസ്സ് മരവിച്ചു പോയേ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന ചില വേദനകൾ നിന്റെ മനസ്സിനെ മടുപ്പിച്ചു കളഞ്ഞോ? ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളഞ്ഞോ? കർത്താവ് നിന്റെ അടുക്കൽ വന്നിട്ട് ഈ പകൽ ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ?
മനസ്സുണ്ടോ? എടാ, നമ്മൾ 38 വർഷമായി കിടക്കുന്ന രോഗിയോട് ദൈവം ചോദിക്കേണ്ട ചോദ്യമാണോ? നോർമലി ഒരു വ്യക്തി ചോദിക്കേണ്ടത് നിനക്ക് സൗഖ്യം വേണോന്നല്ലേ ചോദിക്കണ്ടേ? ദൈവം ചോദിക്കേണ്ടത് സൗഖ്യം വേണോന്നല്ലേ? പക്ഷെ കർത്താവ് ചോദിച്ചു കണ്ടോ, അവൻ്റെ മനസ്സറിഞ്ഞ് ചോദിക്കുക, സൗഖ്യമല്ലേ ആവശ്യം? സൗഖ്യം കുളത്തിൽ നടക്കുന്നുണ്ട്, സൗഖ്യം കുളത്തിൽ നടക്കുന്നുണ്ട്. അതാത് സമയത്ത് ദൂതൻ ഇറങ്ങുന്നുണ്ട്, വെള്ളം കലക്കുന്നുണ്ട്. അനേക വ്യാധിക്കാർ, കുരുടർ, മുടന്തർ അതിനകത്തിറങ്ങി സൗഖ്യമാകുന്നുണ്ട്. പക്ഷെ സൗഖ്യമല്ലേ ആവശ്യം? അവന് ഇല്ലാതെ പോകുന്നത് സൗഖ്യമാകാനുള്ള മനസ്സാണ്. ഈ പകൽ ദൈവാത്മാവ് ഇടപെടുക. ദൈവിക പ്രൊവിഷൻ അല്ല കുഞ്ഞ് നിനക്ക് ആവശ്യം. ദൈവം വഴി നിനക്ക് തുറന്നു തന്നിട്ടില്ല എന്നല്ല നിന്റെ വിഷയം. നിനക്ക് വേണ്ടി ദൈവം വാതിലുകൾ തുറന്നു തന്നില്ല എന്നതല്ല വിഷയം. നിനക്ക് എവിടെയൊക്കെ മനസ്സില്ല, എവിടെയൊക്കെ നീ സ്റ്റക്കായി പോയി, എവിടെയൊക്കെ നീ ഒന്ന് ഉടക്കി കിടക്കുക, ഏതൊക്കെ കുരുക്കിനകത്ത് നീ പെട്ടുകിടക്കുക, ഏതൊക്കെ സ്റ്റക്കായി പോകുന്ന ജീവിതത്തിന്റെ കുരുക്കുകൾക്കകത്ത് നീ മനസ്സും അടുത്തു പോയി കിടക്കുക. നീ മടുത്തു പോകുക, മടുത്തു പോകുക. കർത്താവ് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? എന്തിന് മനസ്സുണ്ടോ? സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ദൈവം ചോദിക്കുക, നിനക്ക് നല്ല ഭാവി തമയ്ക്കകത്ത് ജീവിക്കാൻ മനസ്സുണ്ടോ? ഒരു നല്ല ശുശ്രൂഷകനായി ജീവിക്കാൻ മനസ്സുണ്ടോ? ദൈവത്തിൻ്റെ വേല ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവസന്നിധി സമർപ്പണത്തോടെ ജീവിക്കാൻ നിനക്ക് മനസ്സുണ്ടോന്ന് അർത്ഥമാനകൾക്ക് മനതലഘടക ശവാരകൾക്ക് മനതലഘടക ശിഖീരതലഘടകധരാറുകൾക്ക് റിഖമനാറുകൾക്ക്. പ്രിയരെ, ഞാൻ ഇങ്ങനെ പറയാം, ആ മനുഷ്യനെ മടുപ്പിക്കുന്ന ചില ഇടങ്ങളുണ്ട്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പറയാം, ചില സൗഖ്യങ്ങൾക്കകത്തുനിന്ന് നിന്നെ അകറ്റുന്ന ചില ഇടങ്ങളുണ്ട് കേട്ടോ. നിന്നെ ചില കൂട്ടുകെട്ടുകളുണ്ട്, ദൈവഹിതമില്ലാത്ത ചില ബന്ധങ്ങളുണ്ട്, ദൈവഹിതമില്ലാത്ത ഇടങ്ങളുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഇന്ന് പകൽക്കാലം കേട്ടോ, ആമേൻ, ഇവിടെ കിടക്കുന്ന കുളക്കരവിൽ കിടക്കുന്ന മനുഷ്യൻ ഇരിക്കുകയല്ല, അവൻ കിടക്കുക. ആമേ, ഇരിക്കാൻ പാടില്ലാത്തടത്ത് ഇരിക്കരുത്. ഇവിടെ അവൻ ആ മനുഷ്യൻ കിടക്കുക. അർത്ഥം, അവനെ മടിപ്പിക്കുന്ന ഇടത്തവൻ ഒതുങ്ങിപ്പോയി. ഞാൻ ആത്മാവിൽ പറയാം, ദൈവം നിന്റെ ദർശനത്തെ, നിന്റെ കാഴ്ചപ്പാടിനെ, നിന്റെ ദൈവം നൽകിയ സ്വപ്നത്തെ, ദൈവം നൽകിയ കാഴ്ചപ്പാടിനെ, ദൈവം നൽകിയ കൃപാവരത്തെ, ദൈവം നൽകുന്ന അവർണ്ണനീയമായ ജീവിതത്തെ ഒടുക്കിക്കളയുന്ന ചില ഇടങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്, സ്റ്റക്കാക്കി കളയുന്ന ചില ജീവിതത്തിൻ്റെ ഇടങ്ങളുണ്ട് കേട്ടോ. നീ കംഫർട്ട് സോൺ എന്ന് ചിന്തിക്കുന്ന, നീ അവിടെ നീ സേഫ് ആണെന്ന് ചിന്തിക്കുന്ന ചില ഇടങ്ങളുണ്ട്. അവിടെ ചെന്ന് നീ ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ മനസ്സിനെ അവർ മടുപ്പിക്കും. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ദൈവം നിന്നെ അടർത്തി മാറ്റും. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക, ശിംശോനെ, നീ പറയൂ, ദലീലയുടെ ഭവനം നിനക്കൊരു കംഫർട്ട് സോൺ ആണെന്ന്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറാം. ദൈവത്തിന്റെ കൃപയെ ചോർത്തുന്ന ദലീലയുടെ ഭവനങ്ങൾ നിന്നെ തൊതുക്കുന്നതാണ്, നിന്റെ മനസ്സിനെ മടിപ്പിക്കുന്നതാണ്, നിന്റെ കൈകാലുകളെ ബന്ധിക്കാം. ശിംശോൻ കരുതിയില്ല, അവന്റെ ശുശ്രൂഷയെ തകർത്ത ഇടമാണ് ദലീലയുടെ ഭവനം. ആത്മാവിൽ ഞാൻ പറയാം, ആ കുളക്കരവിൽ കിടക്കുന്ന 38 വർഷമായ അവന്റെ സ്വപ്നത്തെ, അല്ലെങ്കിൽ അവന്റെ മനസ്സിനെ മരവിപ്പിച്ച ഇടത്താവൻ കിടക്കുന്നേ. ഞാൻ ആത്മാവി പറയാൻ കേട്ടോ, നിന്റെ സ്വപ്നത്തെ ബ്ലോക്ക് ചെയ്യുന്നിടത്ത് നീ നിൽക്കരുത്. നിന്റെ ആ കാഴ്ചപ്പാടിനെ ബ്ലോക്ക് ചെയ്യുന്ന കെട്ടുകൾക്കകത്ത് നീ പോകരുത്. നിന്റെ ആഗ്രഹത്തെ ചിതലമാക്കുന്ന ഇടത്ത് നീ നിൽക്കരുത്. കാരണം ദൈവം നിന്നെ കണ്ടത് വലുതാ.
അപ്പൻ കാണാത്തത്, അമ്മ കാണാത്തത്, ഒരു പ്രവാചകനും പ്രവചിച്ചിട്ടില്ലാത്തതാ ദൈവം നിന്നെക്കുറിച്ച് കണ്ടത്. ദൈവം നിന്നെക്കുറിച്ച് കണ്ടത്. ഇന്ന് പകൽ അതിലേക്കാ ദൈവം വിളിക്കുന്നേ, അവിടെ കൊണ്ടുപോകാനാ വിളിക്കുന്നേ. അതുകൊണ്ടാ ദൈവം ചോദിക്കുന്നത്, എടാ സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അമ്മേ, ഹല്ലേലൂയ. കേൾക്കണോ പ്രിയരെ? സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടി സൗഖ്യമാകാൻ മനസ്സുണ്ടെന്നല്ല. അവൻ പറയുന്നത് 100 എക്സ്ക്യൂസാ. കുളത്തിനകത്ത് ദൂതം വരുമ്പോൾ എന്നെ അങ്ങോട്ടാക്കാൻ ആരും, കർത്താവിന് മനസ്സിലായി. ഇവന് മനസ്സില്ലാത്തത് കൊണ്ടാണ് ഇവനിവിടെ. ഞാനിങ്ങനെ പറയാം കേട്ടോ, ചില ഉയർച്ചകളൊന്നും പ്രാപിക്കാത്തത് നമുക്ക് മനസ്സില്ലാത്തതുകൊണ്ടാണ്. ചിലരെ കണ്ടിട്ടില്ലേ, രക്ഷപ്പെടണമെന്ന് ഒരു മനസ്സും, ഒരാഗ്രഹവും, ഒരു സമർപ്പണം. അമ്മേ, ഹല്ലേലൂയ. കുറെ കഴിയുമ്പോൾ രക്ഷപ്പെടാത്തത് ആരുടെയെങ്കിലും കുഴപ്പമെന്ന് പറഞ്ഞ് അവരുടെ തലയിൽ. അമ്മേ, അതുപോലെ ഇവൻ 38 വർഷമായി കൊളക്കരയിൽ കിടക്കുക. അവൻ പറയുന്നത് ദൂതൻ ഇറങ്ങുമ്പോൾ അവനെ ആക്കാൻ ആരുമില്ലെന്ന്. അമ്മേ, ഹല്ലേലൂയ. പക്ഷെ എൻ്റെ കർത്താവ് പറഞ്ഞൊരു പദം, എടാ നീ കിടക്കെടുത്ത് നടക്ക്. അർത്ഥം, അവന് മനസ്സില്ലാതെ അവനെ ഒതുക്കിയത് ഈ കിടക്കയാ, ഈ കംഫർട്ട് സോണാ. അവൻ്റെ മനസ്സിനെ മരവിപ്പിച്ചത് ഇവിടെ വാ. അവിടെ കിടപ്പ് തുടങ്ങിയിട്ട് ഈ 38 വർഷമായി ആ കിടക്കയിൽ കിടന്നവൻ ജീവിതം തീർക്കുക. ഞാൻ ആത്മാവിൽ പറയാം, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നിന്നെ അകറ്റി എവിടെയൊക്കെ ഒതുക്കുന്ന ചിലതുണ്ട്, എവിടെയൊക്കെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചിലതുണ്ട്, എവിടെയൊക്കെ തീർത്ത് കളയുന്ന ചിലതുണ്ട്. ദൈവമാത്മാവ് പറയുക, അതിൻ്റെ കെട്ടിനെ ഈ പകൽ പൊട്ടിച്ച് നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ച് നടത്താൻ പോവുക. ദൈവിക പദ്ധതിക്ക് അകത്ത് ദൈവം നിന്നെ നടത്തുന്ന പകലാണ്. ദൈവത്തിന്റെ ഹിതത്തിനകത്ത് ദൈവം നിന്നെ കൊണ്ടുപോകുന്ന പകലാണ്. അമ്മേ, അവനോട് പറയുക, ചുമ്മാ പോണ്ട, നീ കിടക്ക എടുത്തോണ്ട് നടക്ക്. അർത്ഥം, നീ നടന്നാലും പോരെ ഈ കിടക്ക. കാരണം ഇനി ഇതിവിടെ കിടന്ന വേറെ ഏവനെങ്കിലും വന്ന് കിടക്കും. ഇനി ഇതിവിടെ കിടന്നാൽ വേറെ ഏവനെങ്കിലും വന്ന് കിടക്കും. നീ നരകിച്ചതുപോലെ, നീ തകർന്നതുപോലെ, നിന്റെ വിടുതലിന് നിനക്ക് മനസ്സില്ലാത്തതുപോലെ വേറെ ഏവരെങ്കിലും ഇതുപോലെ മനസ്സില്ലാതെ ജീവിതം തള്ളി നീക്കും. ഇപ്പകൽ ആത്മാവാരെയൊക്കെ നോക്കി പ്രവചിക്കുക, കുഞ്ഞെ, നൽകിയത് നല്ല ജീവിത, നൽകിയത് നല്ല ജീവിത. ദൈവഹിതമില്ലാത്തടുത്ത് നീ ചെന്ന് നിന്ന് ജീവിതം തീർത്തു പോകരുത്. പറയാൻ 100 എക്സ്ക്യൂസുകൾ കാണും. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാം, വിടുവിക്കപ്പെടണമെന്ന് അത് നിന്റെ ആഗ്രഹമാണ്, നിന്റെ ആഗ്രഹമായി മാറണം. നിനക്ക് മാത്രമേ നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ, നിനക്ക് മാത്രമേ നിന്നെ വിടുവിക്കാൻ കഴിയൂ, നിനക്ക് മാത്രമേ നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. എങ്ങനെ? നിനക്ക് പുറത്തു വരണമെന്നൊരു മനസ്സുണ്ടാകണം. ആമേ. നിനക്ക് മനസ്സുണ്ടാകാത്തിടത്തോളം കാലം, നിനക്ക് വിടുവിക്കപ്പെടണമെന്ന ആഗ്രഹമില്ലാത്തിടത്തോളം കാലം നിന്റെ ജീവിതം ഇന്നും രോഗികളുടെ കൂടെയാണ്, ഒരു രോഗിയായിട്ടാണ്, തകർന്നവനായിട്ടാണ്. പക്ഷെ ആത്മാവിൽ ഞാൻ പറയാം, ദൈവം പറഞ്ഞു, നീ കിടക്കയെടുത്ത് നടക്ക്. അവൻ കിടക്കയെടുത്ത് ക്ഷണത്തിൽ നടന്നു. ആത്മാവിൽ ഞാൻ പറയാം കേട്ടോ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ എത്ര മടുത്തു പോയാലും ദൈവം നിൻ്റെ അടുക്കൽ വരും. ദൈവം എത്ര മടുത്താലും നിൻ്റെ അടുക്ക വരും. പ്രിയരെ, ആയിരക്കണക്കിന് രോഗികൾ അവിടെ ഉണ്ട്. പക്ഷെ എൻ്റെ ദൈവം പോയത് ഇവൻ്റെ അടുക്ക മാത്രമാണ്. എൻ്റെ ദൈവം പോയത് ഇവൻ്റെ അടുക്കൽ മാത്രമാണ്. കാരണം എൻ്റെ കർത്താവ് ഇവനെ വേണം. ആർക്ക് വേണ്ടെങ്കിലും കർത്താവിന് നിന്നെ വേണം. ആർക്ക് വേണ്ടെങ്കിലും നിൻ്റെ കുടുംബത്തെ കർത്താവിന് വേണമെന്നേ. അപ്പനും അമ്മയ്ക്കും വേണ്ടെങ്കിലും കർത്താവിന് നിന്നെ വേണമെന്നേ. ആമെ ചേർത്തു നിർത്തിയവരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാൽ എൻ്റെ ദൈവത്തിന് നിന്നെ വേണമെന്നേ.